4/5/2024 നടന്ന LDC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയിലെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തുനിന്ന് വരുന്ന പ്രധാന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, നാഗാലാൻഡ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഉത്തരാഖണ്ഡ് ആണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലെ ദേവസ്ഥലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലെ ദേവസ്ഥലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലുതാണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലുതാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ദ്രവരൂപത്തിലുള്ള മർക്കുറിയാണ്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദ്രവരൂപത്തിലുള്ള ഈ മർക്കുറിയിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ അത് പ്രതിബിംബിക്കുകയും ഈ പ്രതിബിംബത്തെ ഇരട്ട ലെൻസിലൂടെ കടത്തിവിട്ട് വിദൂര കാഴ്ചകൾ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ടെലസ്കോപ്പിന്റെ പ്രധാനമായ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് അത് ഏഷ്യയിലെ ഏറ്റവും വലുതാണ്, ഇന്ത്യയിലെ ആദ്യത്തെയാണ്. ഇതിൽ മെർക്കുറിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഉത്തരാഖണ്ഡിലെ ദേവസ്ഥലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇന്ത്യ, ബി ഡെൻമാർക്ക്, സി ഫിൻലൻഡ്, ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഏതാ? ഫിൻലൻഡ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദ്യം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. ടോട്ടൽ രാജ്യങ്ങൾ എന്ന് പറയുന്നത് 143 രാജ്യങ്ങളിലുള്ളതിൽ 126ാമത്തെ പൊസിഷനാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനകർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. പഞ്ചവത്സര പദ്ധതി, ലൈഫ് മിഷൻ പദ്ധതി, നീതി ആയോഗ്, അന്ത്യോദയ അന്നയോജന പദ്ധതി. അപ്പോൾ 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ലൈഫ് മിഷൻ പദ്ധതിയാണ് ആൻസർ. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു പാർപ്പിടം ലഭ്യമാക്കുക എന്നാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം നമ്മൾ റൂറൽ ഏരിയയിൽ 4 ലക്ഷം രൂപയാണ് ഓരോ വീടുണ്ടാക്കുന്നതിനും കൊടുക്കുന്നത്. 4 ലക്ഷം രൂപ. അതിൽ PMAY സ്കീം പ്രകാരം 72,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ 4 ലക്ഷത്തിൽ 72,000 രൂപ എന്ന് പറയുന്നത് PMAY സ്കീം പ്രകാരം ലഭിക്കുന്നതാണ്. ഇത് ആദിവാസി വിഭാഗങ്ങൾക്കാണെങ്കിൽ 4 ലക്ഷം എന്നുള്ളത് 6 ലക്ഷം വരെ കിട്ടും. ഓക്കെ, 6 ലക്ഷം വരെയാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് ഈ ലൈഫ് മിഷൻ പ്രകാരം കൊടുക്കുന്നത്. ഇത് അർബൻ ഏരിയയിൽ വരുമ്പോൾ 4 ലക്ഷം തന്നെയാണ് ടോട്ടൽ കൊടുക്കുന്നതെങ്കിലും അതിൽ PMAY സ്കീം പ്രകാരം 1.5 ലക്ഷം രൂപയാണ് അതിൽ വരുന്നത്. അപ്പോൾ 4 ലക്ഷത്തിൽ 1.5 ലക്ഷം രൂപ അർബൻ ഏരിയയിലും 4 ലക്ഷത്തിൽ 72,000 രൂപ റൂറൽ ഏരിയയിലും എന്ത് കൊടുക്കുന്നുണ്ട്? PMAY സ്കീം പ്രകാരം ഈ തുകയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജസ്റ്റിസ് HL ദത്തു, ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര, ഓപ്ഷൻ സി ജസ്റ്റിസ് L നാരായണ സ്വാമി, ഓപ്ഷൻ ഡി ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ. അപ്പോൾ നമുക്ക് 1-2 കമ്മീഷൻസ് കൂടി നോക്കാം. ദേശീയ വിവരാവകാശ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? ശ്രീ ഹീരലാൽ സമറിയയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ വനിതാ കമ്മീഷനിലെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. വനിതാ കമ്മീഷൻ നിലവിലെ ചെയർപേഴ്സൺ ആണ് രേഖ ശർമ്മ. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാൻ? ഓപ്ഷൻസ്: ശ്രീ അജയ് കുമാർ, ഡോക്ടർ വേണു, ശ്രീ BS മാവോജി, ഡോക്ടർ PN പൂനിയ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ശ്രീ BS മാവോജി ആണ് ആൻസർ. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് ശ്രീ BS മാവോജി. അതേപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷണർ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആണ് ശ്രീ കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആണ് അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അന്തർ സിംഗ് ആര്യ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? 2023 സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ ബി പ്രഭാവർമ്മ, ഓപ്ഷൻ സി EV രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി
കെ ശിവറെഡ്ഡി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രഭാവർമ്മ. പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത്, പ്രഭാവർമ്മ. അപ്പോൾ പ്രഭാവർമ്മയുടെ ഏത് കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത്? രൗദ്ര സാത്വിക. രൗദ്ര സാത്വിക എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത് 2023. ഇനി 2022 സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുന്നത് ശിവശങ്കരി എന്നുള്ള ആൾക്കാണ്. ശിവശങ്കരി. കൃതി എന്ന് പറയുന്നത് സൂര്യവംശം. അവരുടെ കൃതി എന്ന് പറയുന്നത് സൂര്യവംശം. അപ്പോൾ 2022 ശിവശങ്കരി, കൃതി എന്ന് പറയുന്നത് സൂര്യവംശം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം ഏത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്ന് പറയുന്നത് ധ്രുവക്കരടി, ഓപ്ഷൻ ബി ഹിമപ്പുലി, ഓപ്ഷൻ സി ഹിമാലയൻ ബുൾബുൾ, ഓപ്ഷൻ ഡി ഹിമാലയൻ താർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലിയാണ്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമപ്പുലി. ഹിമപ്പുലിയാണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ലേയും ലഡാക്ക് കേട്ടോ, കാശ്മീരിലെ ലേ ലഡാക്കിൽ വെച്ചിട്ടാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നിരിക്കുന്നത്. അതിൽ വിജയിച്ചത്, വിന്നറായിട്ടുള്ളത് ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയാണ്. അതേപോലെ തന്നെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 നടന്നിട്ടുണ്ട്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതിൻ്റെ വെന്യൂ, അതായത് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈ, മധുരൈ, തിരുച്ചി, കോയമ്പത്തൂർ. ഈ 4 സ്ഥലത്താണ് നടന്നിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ചെന്നൈ, മധുരൈ, തിരുച്ചി, കോയമ്പത്തൂർ, ഈ 4 സ്ഥലത്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. അതിൽ വിന്നേഴ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അതിൽ വിൻ ചെയ്തിട്ടുള്ളത് ആരാണ്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ഓപ്ഷൻ എ സാമൂഹിക ആരോഗ്യമാണ് എൻ്റെ ആരോഗ്യം, ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, ഓപ്ഷൻ സി എല്ലാവർക്കും ആരോഗ്യം, ഓപ്ഷൻ ഡി വ്യക്തി ശുചിത്വം പ്രധാനം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അപ്പോൾ ലോകാരോഗ്യ ദിനം 2024 പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? ഓപ്ഷൻ എ BS3, ഓപ്ഷൻ ബി BS4, ഓപ്ഷൻ സി BS5, ഓപ്ഷൻ ഡി BS6. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ, BS6 ആണ്. അപ്പോൾ വായു മലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2020 ഏപ്രിൽ 1 മുതലാണ് BS6 നടപ്പിലാക്കി തുടങ്ങിയത്. BS-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അതായത് ഭാരത് സ്റ്റേജ് എമിഷൻ സ്റ്റാൻഡേർഡ്. അപ്പോൾ BS6 ആണ് പുതിയ നമ്മളെ വണ്ടികളൊക്കെ ഇറങ്ങുന്നത് BS6 നോംസ് പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഓപ്ഷൻ എ ശരണ്യ പദ്ധതി, ഓപ്ഷൻ ബി സ്വാന്തനം, ഓപ്ഷൻ സി നവജീവൻ, ഓപ്ഷൻ ഡി ആശ്വാസനിധി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, നവജീവൻ. നവജീവനാണ് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അപ്പോൾ ബാക്കിയുള്ള പദ്ധതികൾ ഏതൊക്കെ നോക്കാം. ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. അടുത്ത പദ്ധതി എന്ന് പറയുന്നത് സാന്ത്വനം എന്ന് പറയുന്നത് വീടുകളിലെത്തി ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കേട്ടോ. വീടുകളിലെത്തിയിട്ട് ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഏത്? സ്വാന്തനം പദ്ധതി എന്ന് പറയുന്നത്. ഈ സ്വാന്തനം പോലെ തന്നെയാണ് സ്വാന്തന ഉണ്ട്, എന്നതിന് പകരം അതായത് സാന്ത്വന പദ്ധതി എന്ന് പറയുന്നത് പ്രവാസി കേരളീയർക്ക് വേണ്ടി നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്വാന്തന എന്ന പദ്ധതി എന്ന് പറയുന്നത് പ്രവാസി കേരളീയർക്ക് വേണ്ടിയിട്ട് നോർക്ക റൂട്ട്സ് നടപ്പാക്കുന്ന ദുരിതാശ്വാസ പദ്ധതിയാണ് എന്ത്? സ്വാന്തന. അതേപോലെ തന്നെ സ്നേഹസ്വാന്തനം പദ്ധതി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹസ്വാന്തനം എന്ന് പറയുന്നത് കാസർഗോഡിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. സ്വാന്തന എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ദുരിതാശ്വാസ പദ്ധതിയാണ് സ്വാന്തനം എന്ന് പറയുന്നത് വീടുകളിലെത്തിയിട്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് പരിശോധന നടത്തുന്ന കുടുംബശ്രീന്റെ പദ്ധതിയാണ് സ്വാന്തന. അതേപോലെ തന്നെ ആശ്വാസനിധി. എന്താണ് ആശ്വാസനിധി പദ്ധതി?
അതിക്രമങ്ങളിൽ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി പദ്ധതി കേട്ടോ. അതായത് അതിക്രമങ്ങളിൽ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? അതായത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് 22 രൂപ, ഓപ്ഷൻ ബി 24 രൂപ, ഓപ്ഷൻ സി 21 രൂപ, ഓപ്ഷൻ ഡി 23 രൂപ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 22 രൂപയാണ്. പയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. പയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ 311 രൂപ ഉണ്ടായിരുന്നത് 333 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം 22 രൂപയുടെ വർധനവാണ് അതിലുണ്ടായിട്ടുള്ളത്. ആദ്യം 311 രൂപയായിരുന്നു, അത് 333 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതേപോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതായത് അർബനിൽ നഗരങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് സ്കീം ആണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അതിൽ കേരളത്തിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ വേജ് എന്ന് പറയുന്നത് 346 346 രൂപയാണ് ഇപ്പോൾ ഉള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ ദിവസവേതനം എന്ന് പറയുന്നത് 346 രൂപയാണ്. 13 രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. 13 രൂപയുടെ വർധനമാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഉയർന്ന വേതനമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. 374 രൂപയാണ് കേട്ടോ. ഉയർന്ന വേതനം 374 രൂപ ഹരിയാന. ഏറ്റവും കുറവ് വേതനമുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശും നാഗാലാൻഡും ആണ്. അവിടുത്തെ ദിവസവേതനം എന്ന് പറയുന്നത് 234 രൂപയാണ് കേട്ടോ. അപ്പോൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 234 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്? ഓപ്ഷൻ എ 2023 സെപ്റ്റംബർ 20, ഓപ്ഷൻ ബി 2023 സെപ്റ്റംബർ 21, ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 27, ഓപ്ഷൻ ഡി 2023 സെപ്റ്റംബർ 28. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2023 സെപ്റ്റംബർ 28 അപ്പോൾ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് 2023 സെപ്റ്റംബർ 28. എന്നാൽ ആദ്യം ഇത് പാസ്സാക്കിയിട്ടുള്ളത് ലോക്സഭയാണ്. ലോക്സഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 20 അതായത് സെപ്റ്റംബർ 20 2023 ലോക്സഭ പാസ്സാക്കുന്നത്. രാജ്യസഭ പാസ്സാക്കുന്നത് 2023 സെപ്റ്റംബർ 21 രാജ്യസഭ പാസ്സാക്കുന്നു. അപ്പോൾ 20 ലോക്സഭ, 21 രാജ്യസഭ, 28 പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത് 106ാമത്തെ അമെൻമെന്റ് ആണ്. 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ എ ഡൽഹി പോലീസ്, ഓപ്ഷൻ ബി CISF, ഓപ്ഷൻ സി CRPF, ഓപ്ഷൻ ഡി NSG. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, CISFനാണ് നിലവിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ സുരക്ഷാ ചുമതല ഉള്ളത്, CISF. അപ്പോൾ ബാക്കിയുള്ള സേനയ്ക്ക് എന്തൊക്കെ ചുമതല നോക്കാം. ഡൽഹി പോലീസ് എന്ന് പറയുന്നത് ദേശീയ തലസ്ഥാനമായ ഡൽഹിയുടെ നിയമനിർവഹണ ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത് ഡൽഹി പോലീസ് എന്ന് പറയുന്നത്. അതായത് CISFന്റെ ചുമതല എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സുരക്ഷയാണ് CISFനുള്ളത്. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും സുരക്ഷ. അടുത്തത് CRPF എന്ന് പറയുന്നത് ക്രമസമാധാന പാലനത്തിനും കലാപത്തെ ചെറുക്കുന്നതിനുമുള്ള പോലീസ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയാണ് CRPF ചെയ്യുന്നത്. അപ്പോൾ ക്രമസമാധാന പാലനത്തിനും കലാപത്തെ ചെറുക്കുന്നതിനുമുള്ള പോലീസ് പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയാണ് CRPF. അടുത്ത NSG ആണ്. NSGയുടെ ചുമതല എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്തുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ സർവോത്തര സുരക്ഷാ സേനയാണ് NSG എന്ന് പറയുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളതാണ് NSG. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. ഓപ്ഷൻ എ തണ്ണീർത്തടവും ജൈവ വൈവിധ്യവും, ഓപ്ഷൻ ബി തണ്ണീർത്തടവും വെള്ളവും, ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, ഓപ്ഷൻ ഡി തണ്ണീർത്തടവും കാലാവസ്ഥാ വ്യതിയാനവും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് ആൻസർ. അപ്പോൾ തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന പ്രമേയങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മന്ത്ലി കറണ്ട് അഫേഴ്സിൽ നമ്മൾ ഒരു പാർട്ടായിട്ട് തന്നെ പ്രമേയങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെയുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോസ് കണ്ടുപഠിക്കുക. എല്ലാ പ്രമേയങ്ങളും മാസത്തിലുള്ള എല്ലാ പ്രമേയങ്ങളും നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്.
ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ കോളേജ് വിദ്യാഭ്യാസം, ഓപ്ഷൻ ബി മെഡിക്കൽ വിദ്യാഭ്യാസം, ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്കൂൾ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇന്ത്യയിലെ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രൊജക്റ്റ് ഏത് മേഖലയിലാണ്? സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണ് നടപ്പാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി റഷ്യ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, അമേരിക്ക. അപ്പോൾ ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് അമേരിക്കയാണ്.